കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വിലയേറിയ രക്തം കൊണ്ട് നിത്യജീവൻ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകലരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ നിറവിനാൽ ദൈവകരുണയുടെ മക്കളായി തീരുവാൻ ഈശോയുടെ വിലയേറിയ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, നിന്നെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഈശോയെ, നിന്നെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനങ്ങളെ, യേശുവിൻ്റെ വിലയേറിയ തിരുരക്തം സകല രോഗങ്ങളിൽ നിന്നും, സകല വേദനകളിൽ നിന്നും, സകല തകർച്ചകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനതയാണ് ഈ ലോകം മുഴുവൻ എല്ലാവരും. ഈശോയെ, നിന്റെ തിരുരക്തം കൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് രോഗികൾ, പീഡിതര്, ദുഃഖിതരായവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ രക്തത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ധ്യാനിക്കുന്ന സമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ദൈവം തരുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ ദൈവവചന ശുശ്രൂഷയിൽ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൻ്റെ യോഗ്യതകൾ നമ്മുടെ ജീവിതത്തിൽ പങ്കുപറ്റുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. എന്നെ ഇത് ചിന്തിപ്പിക്കാനുണ്ടായ കാരണം ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുകയുണ്ടായി. അതിപ്രകാരമാണ്: ഈശോയുടെ തിരുരക്തം ഞാൻ എൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുന്നു. ഈശോയുടെ തിരുരക്തം ഞാൻ എൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുന്നു. ഒരു വൈറസിനും എന്നെ തോൽപ്പിക്കാൻ ആവില്ല. ഈ ഒരു പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവജനത്തിനായി പങ്കുവെക്കുമ്പോൾ അത് വലിയ അർത്ഥമുണ്ട്. ഈശോയുടെ രക്തം ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വൈറസുകളെ പ്രതിരോധിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ അവന് സാധിക്കുമെന്നുള്ളൊരു തത്വം നമ്മളെ പാപ്പ പഠിപ്പിക്കുകയാണ്. അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രയറിന് ഉപയോഗിക്കാൻ പാപ്പ തരുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് യോഗ്യത എന്താണെന്ന് നോക്കാം. ഈ തിരുരക്തത്തിൻ്റെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരു കവചയും കോട്ടയുമായിട്ട് മാറട്ടെ. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. കണ്ടോ, ദൈവവചനം പറയാണ് രക്തം ചിന്താതെ പാപമോചനമില്ല. ഏതൊരു വസ്തുവും ശുദ്ധീകരിക്കപ്പെടുന്നത് പഴയ നിയമപ്രകാരം രക്തം കൊണ്ടാണ്. പുതിയ നിയമത്തിലും അത് പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഓരോ വ്യക്തികളും. അതുകൊണ്ട് യേശുവിൻ്റെ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളായിട്ട് മാറുന്നുണ്ട്. പഴയ നിയമത്തിൽ രക്തം തെളിക്കുന്നത് ശുദ്ധീകരണത്തിനാണ്. പഴയ നിയമത്തിൻ്റെ ചരിത്രങ്ങളിൽ നോക്കുമ്പോൾ രക്തം തെളിക്കുക, കുഞ്ഞാടിൻ്റെ രക്തം തെളിക്കുന്നത് ആ ഭവനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുക്കളെ അല്ലെങ്കിൽ പവിത്രീകരിക്കപ്പെട്ട വസ്തുക്കളെ രക്തം കൊണ്ട് തെളിച്ച് വിശുദ്ധീകരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ അയച്ച് അവൻ്റെ രക്തം വഴി സകല ജനങ്ങളെയും രക്ഷിക്കുകയാണ്. തൻ്റെ പിതാവ് തൻ്റെ പുത്രനെ, പണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് തെളിക്കപ്പെട്ടത് തൻ്റെ ഏകപുത്രൻ്റെ രക്തം വഴി സകലത്തെയും വിശുദ്ധീകരിക്കാൻ ദൈവം തരികയാണ്. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞത് പുതിയ നിയമത്തിൽ മറ്റൊരു വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതും ആഴമേറിയൊരു ബോധ്യത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരികയും ചെയ്യുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത്: അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ പിതാവിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി സകല പാപങ്ങളിൽ നിന്നും എല്ലാവരെയും തന്നെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് രക്തത്തിൻ്റെ ശുദ്ധീകരണത്തിൽ പാപത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നു, ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നു, രോഗങ്ങളുടെ ശുദ്ധീകരണം നടക്കുന്നു, മാനസികമായ സംഘർഷങ്ങളുടെ മേലുള്ള ഒരു ശുദ്ധീകരണം യേശുവിൻ്റെ രക്തം വഴി ഒരു ജനതയ്ക്ക് ലഭിക്കുന്നു.
1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ലോകത്ത് ഏക മധ്യസ്ഥനുള്ളൂ, അതാണ് യേശു ക്രിസ്തു. പിതാവിൻ്റെ മുന്നിലുള്ള ഏകപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥം നമ്മളെ സകല പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ്. എങ്ങനെ? അവൻ്റെ രക്തം വഴി ലോകം മുഴുവനെയും വീണ്ടെടുക്കുക. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ലോകത്തിലുള്ള സകല മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവൻ ക്രിസ്തുവാണ്. ആ പരിഹാര ബലിയിൽ നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് ക്രിസ്തു അന്ന് പരിഹാരം ചെയ്തു. അതുകൊണ്ട് അന്ന് പരിഹാര ബലിയായി മാറിയത് അവൻ്റെ ഓരോ തുള്ളി രക്തത്തിനും അത്രമാത്രം വിലയുണ്ട്. ചിന്തപ്പെട്ട ഓരോ തുള്ളി രക്തത്തിനും അത്രമാത്രം വില ഈ ലോകത്തുള്ള സകല ജനത്തെ രക്ഷിക്കാനുള്ള ഒരു ആത്മീയ സ്രോതസ്സായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുരക്ത സംരക്ഷണം നമ്മൾ ചോദിക്കണം. നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ മക്കൾക്ക് ചുറ്റും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ചുറ്റും കർത്താവെ തിരുരക്ത കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു സംരക്ഷണത്തിൻ്റെ വലയം ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ കൃപ വഴി ലഭിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റോം പറയുന്ന വാചകം ഇപ്രകാരമാണ്: യേശുവിൻ്റെ വിലയേറിയ തിരുരക്തം എല്ലാതര തിന്മകളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നു. അങ്ങനെ ബാലാകമാരുടെ കരങ്ങളിൽ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഈ രക്തം നമ്മെ കഴുകുകയും ലോകത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. യേശു തൻ്റെ രക്തം വഴി സഭയെ വിലക്കി വാങ്ങിയത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുകയാണ്, സഭയെ, ലോകത്തെ ദൈവം വിലക്കി വാങ്ങിയത് തൻ്റെ രക്തം കൊടുത്തിട്ടാണ്. ജീവൻ കൊടുത്ത്, രക്തം എന്ന് പറയുന്ന ഒരു ജീവൻ്റെ വിലയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ രക്തമാണ് ജീവൻ പമ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ കണ്ടന്റ് പോലും ശരീരത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രക്തം. രക്തം അശുദ്ധമായാൽ ഒരു വ്യക്തി മരിക്കാനിടയുണ്ട്. വിഷം രക്തത്തിൽ കലർന്നാൽ മരണം സംഭവിക്കും. അത്രമാത്രം ജീവന് പ്രാധാന്യമുള്ളതാണ് രക്തം. അപ്പോൾ ദൈവം തൻ്റെ രക്തം കൊടുത്തിട്ടാണ് സഭയെ വീണ്ടെടുത്തതെന്ന് വിശുദ്ധ ക്രിസോസ്റ്റോം പറയാണ്. അതുകൊണ്ട് അവൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ട ജീവിതങ്ങൾക്ക് ദൈവം വലിയ കൃപ നൽകുന്നുണ്ട്. ഈ രക്തം നമ്മെ കഴുകുകയും ലോകത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകണം, നമ്മുടെ അധരത്തെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകണം, നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകണം. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ്. അശുദ്ധമായത് കേൾക്കാതിരിക്കാനും, അശുദ്ധമായി കാണാതിരിക്കാനും, അശുദ്ധമായത് പങ്കുവയ്ക്കാതിരിക്കാനും കർത്താവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യത നിനക്ക് എപ്പോഴും കാരണമായി തീരുമെന്ന് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റോം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 13-14 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. അതിപ്രകാരമാണ് പറയുന്നത്: കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരാകാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയോ അധികമായി വിശുദ്ധീകരിക്കുകയില്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമത്തിൽ ഈ കോലാടിൻ്റെയും കുഞ്ഞാടിൻ്റെയും രക്തം തെളിക്കുന്നത് ശുദ്ധീകരിക്കാനായിരുന്നു. അതുപോലെ തന്നെ അവർ പെസഹായ്ക്ക് അർപ്പിച്ച ഈ ബാക്കി വന്ന മാംസം അവർ കത്തിച്ച് അതിൻ്റെ ഭസ്മം വിതറുമായിരുന്നു. കാരണം അത് അത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിത്യാത്മാവ്, സ്വർഗത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞ് പരിശുദ്ധ അമ്മയാൽ ഗർഭിണിയായി കാണപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്നത് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന നമ്മൾ ശുശ്രൂഷകരായി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായ നമ്മളെ വീണ്ടെടുക്കാൻ, പ്രത്യേകിച്ച് ഈ ലോകത്തിൽ നിർജീവ പ്രവർത്തികളിൽ നിന്ന്, പാപമാകുന്ന പ്രവർത്തികളിൽ നിന്ന് രക്ഷിക്കാൻ എത്രയോ അധികമായി വിശുദ്ധീകരിക്കുന്നില്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തത്തോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ചു വാങ്ങുന്ന ഏതൊരു വ്യക്തിയുടെയും അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ വിലയേറിയ രക്തത്തിന് നിന്റെ മേൽ സാധ്യതകളുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ഒരുവൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് ഇത് മാറണം. ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിലെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ പ്രയറിൽ ഈ തിരുരക്ത സംരക്ഷണം ഓരോ വ്യക്തിയും മേടിക്കണം. വാഹനത്തിൽ പോകുമ്പോൾ, യാത്രയ്ക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇത് നിന്റെ ഈശോയുടെ രക്തം നിന്റെ ശരീരത്തിൽ നീ ഇഞ്ചക്ട് ചെയ്യണം, കുത്തിവെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിന് മേൽ ഈ രക്തത്തിന് ഒരു വലിയ സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ കിട്ടും. പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തമെന്ന് വിശദീകരിക്കുന്നതെല്ലാം ഈ രക്തത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ നിയമ പുസ്തകങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടിയിൽ കുഞ്ഞാടിന് രക്തം ചിന്തപ്പെടുമ്പോൾ പുതിയ ഉടമ്പടിയിൽ യേശു തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് പുതിയ ഉടമ്പടിയുടെ പാനപാത്രം നമുക്ക് പങ്കുവെച്ച് തരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ നമുക്കറിയാം കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് അവർ കട്ടിലപ്പടിയുമേൽ ഹീസോപ്പ് ചെടിയും മുക്കി കട്ടിലപ്പടിയുമേൽ തെളിക്കുമ്പോൾ സംഹാരദൂതൻ വരാതെ അവർ രക്ഷപ്പെടുന്നതായിട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അവരെ രക്ഷിച്ചത് ഒരു കുഞ്ഞാടിൻ്റെ രക്തമാണെങ്കിൽ പുതിയ നിയമത്തിൽ ഈ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുകയാണ് യേശുവിൻ്റെ രക്തം വഴി. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം പറഞ്ഞു, ഈജിപ്തിലെ ദേവന്മാരെക്കാളെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിലപ്പടിയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. കണ്ടോ, അന്ന് ഈ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സംഹാരദൂതൻ അവിടെ നിന്ന് കടന്നുപോയി. ഇവരുടെ കുടുംബത്തിൽ ഇവർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് ഞാനും നിങ്ങളും ഈ തിരുരക്തം സ്വീകരിക്കുമ്പോഴും അതിൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കുമ്പോഴും പിശാച് അല്ലെങ്കിൽ തിന്മയുടെ രൂപികൾ കടന്നു വരുമ്പോൾ നമ്മൾ തൊടാതെ കടന്നു പോകും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിലുണ്ടെന്ന് ഈ വചനങ്ങൾ നമ്മളെ പുതിയ നിയമത്തിൽ കൂടുതലായി പഠിപ്പിച്ചിരിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം പറയുന്നതിന്, എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ്റെ രക്തത്തിലാണിരിക്കുന്നത്. എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പരിഹാരത്തിന് വേണ്ടി ദൈവം തന്നത് ദൈവത്തിൻ്റെ രക്തമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനുള്ള ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനതയായിട്ട് നമ്മൾ മാറണം. ഞങ്ങളുള്ളവരെ, ഈ തിരുരക്തത്തിൻ്റെ യോഗ്യത ഒരു വ്യക്തിയിലേക്ക് നടന്നു നീങ്ങാൻ നമുക്കറിയാം. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെ അവസാനവും പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലുള്ള അവസാന പ്രവാചകൻ എന്ന് പറയുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ലാസ്റ്റ് പ്രോഫറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം പറഞ്ഞു, അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിന്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമാണത്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണിത്. എങ്ങനെയാണ് ഈ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം നീക്കുന്നത്? സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് കാൽവരിയിൽ ഈ കുഞ്ഞാട് യേശു ക്രിസ്തു തൻ്റെ പാപത്തിന് പരിഹാരം. അതുവരെ കുഞ്ഞാടിൻ്റെ ബലിയർപ്പിച്ച ജനം ക്രിസ്തുവിൻ്റെ ബലി വഴി പാപത്തിന് പരിഹാരമായി. അങ്ങനെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയെ ദൈവം നേടിയെടുക്കുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യം പറഞ്ഞു, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട നശ്വരമായ വെള്ളിയോ സ്വർണം കൊണ്ടല്ല എന്നറിയുക. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ് നിങ്ങൾ വീണ്ടെടുത്തത്. പഴയ നിയമത്തിൽ പറയുന്ന പിതാക്കന്മാർ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥ ജീവിത രീതി എന്നല്ല. പഴയ നിയമത്തിലെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വ്യർത്ഥ ജീവിതം കൊണ്ടല്ല നിങ്ങൾ രക്ഷിച്ചത്. കളങ്കമോ കറയോ ഇല്ലാത്ത യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന് പത്രോസ്ലീഹ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയെ നശിപ്പിക്കണമെങ്കിൽ ഈ രക്തത്തിൽ നിന്ന്, ഈ തിരുരക്തത്തിൻ്റെ യോഗ്യതയിൽ നിന്ന് അവൻ വിട്ടുമാറണം. ബലിപീഠങ്ങളിൽ നിന്ന് അകന്നു പോകണം. ഈശോയുടെ തിരുരക്തത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. അവിടെയാണ് അവിടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരിക. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം, യേശു മുന്തിരിച്ചാറെടുത്ത് പറഞ്ഞു, പാപമോചനത്തിനായുള്ള എൻ്റെ രക്തമാണിത്. കണ്ടോ, ഈ ലോകത്തിലെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യാൻ തൻ്റെ രക്തം കൊണ്ട് ദൈവം നമ്മളെ വീണ്ടെടുത്തു.
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യം പറഞ്ഞു, ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു തീർച്ചയാണല്ലോ. കണ്ടോ, ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ ഓരോ മനുഷ്യനും നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ രക്തം ഓരോ വ്യക്തിയുടെയും പാപങ്ങൾക്ക് ചില നീതീകരണം നൽകുന്നുണ്ട്. അപ്പോൾ ആ നീതീകരണം ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിശുദ്ധിയോടെ ജീവിക്കുക, യേശുവിൻ്റെ രക്തത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. വാചകം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ രക്തം എൻ്റെ രക്തത്തോട് സങ്കലനം ചെയ്യപ്പെടട്ടെ. കർത്താവിൻ്റെ രക്തം എൻ്റെ രക്തത്തോട് സങ്കലനം ചെയ്യപ്പെടട്ടെ. നമുക്കറിയാം, ബീജസങ്കലനം എന്ന് പറയും. ഒരു ബീജം മറ്റ് അണ്ടത്തിലേക്ക് ചേരുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്ന പോലെ യേശുവിൻ്റെ രക്തം എൻ്റെ രക്തത്തോട് കലരുന്ന ഒരു സങ്കലനം ഉണ്ടാകുമ്പോൾ ഞാൻ ക്രിസ്തുവുമായിട്ടൊരു ജീവൻ പ്രാപിക്കുകയാണ്. അങ്ങനെ ഒരു ജീവൻ പ്രാപിക്കലാണ് ഈ തിരുരക്ത സംരക്ഷണം കൊണ്ട്, തിരുരക്ത കോട്ട കൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്നത്. അവൻ്റെ ശരീരത്തിലെ സങ്കലനം നടക്കുന്ന യേശുവിൻ്റെ രക്തം അവന് കൃപയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായം 13-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കണ്ടോ, വളരെ മനോഹരമായൊരു വചനം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തം വഴി ഇതാ സമീപസ്ഥരായിരിക്കുന്നു, സ്വർഗത്തിന് സമീപസ്ഥരായിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ കൃപയിലേക്ക്, വിശുദ്ധിയിലേക്ക്, സാങ്ക്ടിറ്റിയിലേക്ക് നിങ്ങൾ ഇതാ സമീപസ്ഥരായിരിക്കുന്നു. ഈ രക്തം വഴി സമീപസ്ഥായിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തെ നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശുവിൻ്റെ രക്തം വിലയ്ക്ക് വാങ്ങിയത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതമാണ്. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യം, നീ വിധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. കണ്ടോ, വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയാ, നീ വിധിക്കപ്പെട്ടപ്പോൾ, നീ ക്രൂശിക്കപ്പെട്ടപ്പോൾ നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളും, എല്ലാ ഭാഷയിലുള്ള ജനതകളും രാജ്യങ്ങളും നിന്നിലുള്ളവരും ദൈവത്താൽ ഇതാ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. കണ്ടോ, യേശു തൻ്റെ രക്തം കൊടുത്ത് ഭാഷയ്ക്ക് അതീതമായ ജനങ്ങളെ, ഗോത്രങ്ങളിലുള്ള വ്യക്തികളെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് സ്വന്തം രക്തം വഴി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ വളരെ മനോഹരമായൊരു വാചകമുണ്ട്. വാചകം ഇങ്ങനെയാണ്: തിരുരക്തത്തോടുള്ള ഭക്തി കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. തിരുരക്തത്തോടുള്ള ഒരു വ്യക്തിയുടെ ഭക്തി ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇത് ലോകം മുഴുവൻ്റെയും ആത്മാക്കളുടെ രക്തത്തിന് വേണ്ടിയുള്ള ഭക്തിയാണ്. ലോകം മുഴുവനുള്ള സകല വ്യക്തികൾക്കുള്ള ആത്മീയമായൊരു ഭക്തിയാണ് തിരുരക്തത്തോടുള്ള ഭക്തി. ഇത് ജോൺ 23-ാം മാർപ്പാപ്പ സഭയെ നോക്കി പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തിരുരക്തത്തോടുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഭക്തി ആവശ്യമാണ്. തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമ്മൾ ചോദിച്ചു വാങ്ങണം. അതുപോലെ തന്നെ തോമസ് അക്വിനാസിൻ്റെ മനോഹരമായൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിൻ്റെ ഒരു തുള്ളി രക്തത്തിൽ ലോകത്തിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. ഈശോയുടെ ഒരു തുള്ളി രക്തം കൊണ്ട് ലോകത്തിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, ഈശോയെ, നിൻ്റെ വിലയേറിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കണം. ഈ വിശുദ്ധരെല്ലാം ഞങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ ആത്മീയ സുഹൃതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃപയായിട്ട് മാറണം. 1 കൊറിന്തോസ്, പൗലോസ്ലീഹ കൊറിന്തോസ് സഭയിൽ എഴുതുന്ന ഒരു വചനമുണ്ട്. 1 കൊറിന്തോസ് 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ ആലയമായിട്ട് ദൈവം വിലയ്ക്ക് വാങ്ങിയ ഈ ശരീരം ഒരിക്കലും പാപത്തിന് വിട്ടുകൊടുക്കരുത്, പ്രലോഭനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. മറിച്ച് ദൈവത്തിൻ്റെ രക്തം സൂക്ഷിച്ചു വയ്ക്കുന്ന, ഈശോയുടെ തിരുശരീരം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സക്രാരിയായിട്ട് മാറണം. യേശുവിൻ്റെ രക്തം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം വഹിച്ചു കൊണ്ടുപോയവർ ദൈവത്തിൻ്റെ കൃപ കിട്ടി. ഇന്ന് വാഗ്ദാന പേടകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ശരീരം
ശരീരമാകുന്ന ഈ വാഗ്ദാന പേടത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മുടെ ശരീരത്തിൽ തിന്മയ്ക്ക് കടന്നു വരും. അതുകൊണ്ട് സ്നേഹമുള്ളവർ, എന്നും പ്രഭാതത്തിൽ ഈശോയുടെ രക്തം കൊണ്ട് ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള അവയവങ്ങളെ, ശാരീരികമായ പ്രവണതകളെ, ജഡിക താല്പര്യങ്ങളെ, ഭിന്നതകളെ, എല്ലാ അസ്വസ്ഥതകളെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ നമുക്ക് കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരല്ലേ നിങ്ങൾ. കണ്ടോ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ കർത്താവിൻ്റെ സഭയെ സംരക്ഷിക്കാനുള്ളവരാണ്. അതുകൊണ്ട് സഭയിലുള്ള മക്കളെ ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യതയുണ്ട് നമ്മൾ സംരക്ഷണം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ ശ്രീക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അജപാലകരല്ലേ നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരം, ഒരു പുരോഹിതൻ തൻ്റെ ഇടവക ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ, അതുപോലെ ഒരു ദൈവജനം തൻ്റെ വൈദികർക്ക്, സന്യസ്തർക്ക് വേണ്ടി പരസ്പരം ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യത എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൃപ കിട്ടും. രക്തത്താൽ നാം രക്ഷിക്കപ്പെടാൻ കർത്താവ് പീഡനമേറ്റു എന്ന വചനം പറയുന്നത്. ഹെബ്രായ 13:12 സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. അവന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുക്കിലേക്ക് പോകാം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മീയ രക്തത്തിൻ്റെ കൃപ ലഭിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി ഈ രക്തം നമ്മുടെ ശരീരങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വിലയേറിയ തിരുരക്തം കൊണ്ട് ഈ സമയം സകലരെയും പൊതിയണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകി സൗഖ്യപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ രക്തം എല്ലാ വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് കൊറോണ വൈറസിൻ്റെ ഭീതിതമായ ദേശങ്ങളിൽ ഇരുന്ന് കാണുന്നവരിലേക്കും ഇഞ്ചക്റ്റ് ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ രക്തത്തിൻ്റെ കോട്ട കെട്ടണമേ. സംരക്ഷണ ലോകം മുഴുവനെയും, സഭയെ മുഴുവനെയും യേശുവിൻ്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ വില തീരാ രക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.